ഹായ് അസ്സാം വലൈക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇന്ന് ബീച്ചിലും മണഞ്ചറിലൊക്കെ നല്ല ലൈറ്റ് പരിപാടി ഉണ്ടുള്ള എല്ലാവരും അറിയുന്നതല്ലേ. അവിടെ ഞാൻ പോയിരുന്നു കേട്ടോ. ഇത് കുറച്ച് വൈകുന്നേരം ആയതിനെക്കൊണ്ട് ലൈറ്റ് ഇടുന്ന സമയമായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഒന്ന് അസ്തമയൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശമൊക്കെ കാണാൻ അതൊന്നെടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ലേശക്കടലൊക്കെ കഴിച്ച് കണ്ട ശേഷം പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റൊക്കെ. മഗ്‌രിബിൻ്റെ മുൻപേ ലൈറ്റ് അവരിട്ടുണ്ട്, പക്ഷെ എന്നാലും കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഇല്ലായിരുന്നു ഇരുടാവാത്തതിനെ കൊണ്ട്. പിന്നെ കണ്ടോ കുറച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫോട്ടോൻ്റെ തിരക്കുകൊണ്ട് ശരിക്കും പറയുകയാണ് വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഫോട്ടോന് മുന്നിൽ ഒന്ന് മാറി നിന്നിട്ട് വേണ്ടേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മാനാഞ്ചറിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടുത്തെ CSIR പിന്നെ ലൈറ്റാണിത്. മാനാഞ്ചിറ സ്ക്വയർ എത്തണ മുൻപേ തന്നെയാണുള്ളത്. അപ്പോൾ അവിടുന്ന് അതും കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് അങ്ങനെ മാനാഞ്ചിറയിൽ പോയി. അപ്പോൾ പിന്നെ പൊടി പൂരം അവിടെ അതിനെക്കാട്ടും ഭയങ്കര തിരക്ക്. നമ്മൾ ഒരു ലൈറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ രണ്ടാളും ഫോട്ടോസ് എടുത്തില്ല. കാരണം അവിടെ അത്രയും തിരക്കുമാണ്. ഞാൻ രണ്ടാളും വേഗം മാസ്ക് ഇട്ട്. കാരണം അത്ര തിരക്ക് വെച്ചാൽ എന്താ ഇപ്പോൾ പറയുക, നല്ല തിരക്കാണ്. എല്ലാവർക്കും ആ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാതെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ അവിടെ നിന്നൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും തിരക്കായതിനെക്കൊണ്ട് നമുക്ക് ആൾക്കാർ മാറി നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റൂലല്ലോ. എല്ലാവരും വരുന്നത് ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനല്ലോ. പ്രത്യേകം എടുത്ത് പറയണം, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ കോഴിക്കോട് പിന്നെ ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞില്ല, 3ാമത്തെ വർഷമാണിത്. അടിപൊളി വെച്ചാൽ നല്ല ആർക്കും മനസ്സ് നിറയും, മനസ്സിന് സന്തോഷം വരും. എല്ലാവരും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിനൊരു സന്തോഷം തന്നെയാണ്, ഒരു കുളിർമ എന്ന് പറയുക. കാരണം അത്രയും നല്ല അടിപൊളി. പോയിട്ടില്ലെങ്കിൽ നഷ്ടമാവുന്നേ പറയാനുള്ളൂ. ജനുവരി 2 വരെ ഉണ്ട്. ഇനി പോവാത്തവരുണ്ടെങ്കിൽ പോയി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കുക. അത്രയ്ക്കും നല്ല പിന്നെ കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരക്ക് കണ്ടിട്ട് അവിടേക്കുള്ള ബ്ലോക്ക് കണ്ടിട്ട് പോകണ്ട വെച്ച് ബീച്ചിൽ നിന്നും തുടങ്ങുന്ന ബ്ലോക്കാണ്. പിന്നെ CH മേൽപ്പാലം ഉണ്ടല്ലോ, ആ ഓവർ ബ്രിഡ്ജ്, അവിടെയൊക്കെ നല്ല തിരക്കായിട്ട് നമ്മൾ വണ്ടിയിലായതുകൊണ്ട് പിന്നെ അവിടെ എത്തിപ്പെട്ടതാണ്. ശരിക്കും കാറിലൊക്കെ പോണവരാണെങ്കിൽ കുറച്ച് ഒരു 1/4 മണിക്കൂർ ആ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. നമ്മൾ വണ്ടിയിലായതിനെക്കൊണ്ട് കുറച്ചിങ്ങനെ നമുക്ക് നൂണ്ട് പോവുമല്ലോ. കുറേ പറഞ്ഞ് എന്നോട് ഇന്ന് പോകണമെന്ന് ചോദിച്ച്, പുറത്തുനിന്ന് കണ്ടാൽ പോരെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഏതായാലും ഇവിടെ വരെ എത്തിയില്ല, നമുക്കൊന്ന് കാണാം. കണ്ടോ, ഇതൊക്കെ നമുക്കൊരു ശരിക്കും പറയാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലൈറ്റ് എന്ന് തന്നെ പറയണം. ഇതൊക്കെ ഭൂമിയിലാണ്. പിന്നെ മരങ്ങളൊക്കെ മരമാണോ ലൈറ്റ് വെറുതെ തൂങ്ങാണോ ആകാശത്തിലുള്ള വിളക്കാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിലാണ് അവിടുത്തെ ഡെക്കറേഷൻ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണണം. ഇല്ലാത്തവർ ഈ വീഡിയോ കണ്ട് തൃപ്തിപ്പെടാം, അത്രേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്ര നമുക്കൊരു എന്താ വെച്ചാൽ മനസ്സിനൊരു സന്തോഷം വരുന്ന സംഗതിയാണല്ലോ, മനസ്സമാധാനം കിട്ടും എന്തായാലും. മാനാഞ്ചിറ സ്ക്വയർ ഫുള്ളും ലൈറ്റാന്ന് വെച്ചാൽ ഫുള്ളും. പിന്നെ ഇത് നമ്മൾ ഒരു ഭാഗത്ത് ഈ സ്ക്വയറിൻ്റെ ഭാഗത്തല്ലാതെ ആ കുളത്തിൻ്റെ ചുറ്റും വരെ ലൈറ്റ് വെച്ചിരിക്കണം. കൂടുതലൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു വെച്ചാൽ. ശരിക്കും നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി പോവാണ് കൈ പിടിക്കുക തന്നെ വേണം. കാരണം മിസ്സായാൽ വരെ പ്രയാസമാണ് അവിടുന്ന് കിട്ടാൻ. അത്രക്കും കുട്ടികൾക്കും അറിയില്ല, വലിയവർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ എല്ലാവർക്കും ഈ ഫോട്ടോ എടുക്കലെന്ന് വെച്ചാൽ അതൊരു എല്ലാവരും ഫോട്ടോ ഇങ്ങനെ മൊബൈലും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ സ്വയം സ്റ്റാറ്റസ് ഇടാനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള അങ്ങനെ ചെയ്യുന്നവരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.